ഹായ് ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ടോബിക്കുട്ടനും ടോബിക്കുട്ടനും ഇങ്ങോട്ടാണ് പോകുന്നത്. നമ്മൾ നടക്കാൻ പോവാം കേട്ടോ. ടോബിക്കുട്ട നമ്മളെങ്ങോട്ടാണ് ടോബിക്കുട്ട പോകുന്നത്? നമ്മൾ നടക്കാൻ പോവാനീ. ഞാനിന്ന് കുഞ്ഞിനെ ക്യാരി ബാഗിലാണ് എടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ കയ്യിലെടുത്തുകൊണ്ട് നടക്കുന്നതിനേക്കാൾ കൂടുതൽ ലോങ് നമുക്ക് ക്യാരി ബാഗിൽ ക്യാരി ചെയ്യുമ്പോൾ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അതുകൊണ്ട് ക്യാരി ബാഗാണ് എടുത്തിട്ടുള്ളത്. നമ്മളിന്ന് യാസ്മിൻ വില്ലേജിലൂടെയാണ് നടക്കാൻ പോകുന്നത്. യാസ്മിൻ വില്ലേജ് എന്ന് പറയുന്നത് ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏർലി മോർണിംഗും അതുപോലെ ഈവനിങ്ങും ഒക്കെ ഇതുവഴി നടക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരാറുണ്ട്. എവിടെയാ കുഞ്ഞിക്കുട്ടൻ എന്നാ പറയാനല്ലേ? നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി പ്രകൃതിയോടൊക്കെ ഇണങ്ങി ജീവിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഏരിയ ആണ് കേട്ടോ ഇവിടം. വളരെ കൂൾ ആൻഡ് കാം പ്ലേസ് ആണ് ഇവിടം. പ്രത്യേകിച്ച് ഏർലി മോർണിംഗ് ആൻഡ് നൈറ്റ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം തണുപ്പുള്ളൊരു ക്ലൈമറ്റാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ വാക്കിങ്ങിനൊക്കെ നല്ലതാണ്. രാവിലെ എഴുന്നേറ്റ് നടക്കുന്നവർക്കും വൈകുന്നേരം നടക്കുന്നവർക്കും അതുപോലെ ചെറിയ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടൊക്കെയുള്ള നല്ല ഏരിയ ആണിത്. ഈ ഏരിയ ഫുള്ള് നല്ല ഗ്രീനറിയാണ്. അപ്പോൾ നമുക്കിവിടെ വന്നിരിക്കാനും സ്വസ്ഥമായിട്ട് സമയം ചെലവഴിക്കാനൊക്കെ നല്ലൊരു സ്ഥലം തന്നെയാണ് ഇവിടം. ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊരു ഗ്രാമപ്രദേശത്തൊക്കെ പോയി ഇരിക്കുന്നൊരു ഫീല് നമുക്ക് കിട്ടും. ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ് ഇങ്ങനെയൊക്കെ, പക്ഷെ എന്നാലും നല്ല ബ്യൂട്ടിഫുള്ളാണ്. ഒരു വൈകുന്നേരമൊക്കെ ആകുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾ ക്ലാസ്സസൊക്കെ കഴിഞ്ഞ് വന്ന് ഇവിടെ നിന്ന് കളിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അവരുടെ ഒരു പ്ലേ ടൈമൊക്കെയാണ് ഒരു ഈവനിങ് ടൈം എന്ന് പറയുന്നത്. ആരാ കുഞ്ഞപ്പി? അമ്മയും കുഞ്ഞാനോ? ഇപ്പോൾ ഇവിടെ കുറച്ചുകൂടി കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ കുറച്ചുകൂടി ഒരു ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ഗ്രീനറിയും പാർക്കൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. യാസ്മിൻ വില്ലേജ് നല്ല പെറ്റ് ഫ്രണ്ട്ലി ആണ്. ഒരുപാട് പെറ്റ്സിനെയും കൊണ്ട് ഒരുപാട് ആളുകൾ ഇതുവഴി നടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് മൊത്തം ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. ഇവിടെയാണ് നമ്മൾ വന്നത് നടക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് എ നൈസ് ബ്യൂട്ടിഫുൾ പ്ലേസ്. ഈവനിങ് ടൈമിലൊക്കെ നല്ല രസമാണ്. ലൈക്ക് ഒരു ഗോൾഡൻ അവറിലൊക്കെ ഇറങ്ങിയാൽ നമ്മളിപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി അല്ലേ? അല്ലെങ്കിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു. ആ ഗോൾഡൻ അവറിലൊക്കെയാണ് നമ്മളിൽ കൂടെ നടക്കാൻ വേണ്ടത്. നല്ല രസമായിരിക്കും. ഒരു ഗ്രീനറിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈമിൽ കാണാൻ വേണ്ടി നല്ല രസമാണ്. ഞങ്ങളങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി ഗൈസ്. ആക്ച്വലി പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ സ്വെറ്റർ എടുത്തിട്ടില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. കാരണം കുഞ്ഞിന് തണുപ്പടിച്ച് പനി പിടിക്കണ്ടെന്ന് വിചാരിച്ചു. സോ ഞങ്ങൾ നേരത്തെ വീട്ടിലെത്തി. പിന്നെ ഒത്തിരി നേരം നമുക്ക് എന്നെ സംബന്ധിച്ച് അധികം നേരം വെയിറ്റൊന്നും എടുത്തിരിക്കാനായിട്ടില്ല. അപ്പോൾ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ അങ്ങ് കയറി പോന്നു. എനിക്ക് പിന്നെ ഒത്തിരി നേരം എടുത്തുകൊണ്ട് നടക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. തണുപ്പ് കൂടി വന്ന് പനി പിടിക്കുമോ എന്ന് ഓർത്തിട്ട് സ്വെറ്റർ എടുക്കാത്തതുകൊണ്ട് നേരത്തെ ഇങ്ങ് പോരുകയും ചെയ്തു. അപ്പോൾ അത്രയേ ഉള്ളൂ ഞങ്ങളുടെ ചെറിയൊരു വോക്ക്. ഒരു ഈവനിങ് വോക്കായിരുന്നു യാസ്മിൻ വില്ലേജിലൂടെ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.